നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. കോഴിക്കോട് നിന്ന് റിയാദിലേക്ക് പോകേണ്ടിരുന്ന എയർ ഇന്ത്യ വിമാനം വൈകി. വിമാനം വൈകിയതോടെ ടി സിദ്ദിഖ് MLA അടക്കമുള്ള യാത്രക്കാർ കരിപ്പൂർ വിമാനത്താവളത്തിൽ കുടുങ്ങി. വെള്ളിയാഴ്ച റിയാദിൽ നടക്കുന്ന OICCയുടെ 14ാം വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ നാട്ടിൽ നിന്നും പുറപ്പെട്ടതായിരുന്നു ടി സിദ്ദിഖ് MLA. വ്യാഴാഴ്ച രാത്രി 8 മണിക്ക് പുറപ്പെടേണ്ടിയിരുന്ന വിമാനം 2 മണിക്കൂർ വൈകുമെന്നായിരുന്നു ആദ്യം അറിയിപ്പ് ലഭിച്ചത്. എന്നാൽ പലതവണ സമയം മാറ്റിയ ശേഷമാണ് ഒടുവിൽ 12 മണിക്കൂർ വൈകി കോഴിക്കോട് നിന്നും വെള്ളിയാഴ്ച കാലത്ത് 8 മണിക്ക് വിമാനം പുറപ്പെട്ടത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 146ഓളം പേരാണ് വിമാനത്തിൽ യാത്രക്കാരായി ഉണ്ടായിരുന്നത്. കാലങ്ങളായി പ്രവാസികൾ നേരിടുന്ന ഈ പ്രശ്നം സ്വന്തം അനുഭവത്തിലൂടെ അദ്ദേഹം റിയാദിലെ പൊതുസമൂഹവുമായി പങ്കുവച്ചു. നിങ്ങളൊക്കെ പല സമയത്ത് അനുഭവിച്ചു കൊണ്ടിരുന്നതായ ഒരു ബുദ്ധിമുട്ട് ഞാനും ഇന്നലെ അനുഭവിച്ചു. രാത്രി 8 മണിക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് പുറപ്പെട്ടത് കാലത്ത് 8 മണിക്ക്. 140 ചില ആളുകളൊക്കെ ചിരിക്കുന്നുണ്ട്, നിങ്ങൾക്കും അങ്ങനെ കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ. അവിടെ യാത്ര ചെയ്യേണ്ടവരും ടൈം ബോണ്ട് മെഷീനുമായി വരുന്നവരും കുട്ടികളെയും ഒക്കെ എടുത്ത് വരുന്നവരും പ്രായമുള്ളവരും ഒക്കെയായി അവിടെ വലിയതായ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായ ഒരു മുഹൂർത്തം ഒരു നോവിൻ്റെ വേദനയായി പ്രവാസ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന വേദനയുടെ ഒരു കനലായി മനസ്സിൽ നേരിട്ട് അനുഭവിച്ചാണ് ഇങ്ങോട്ട് കടന്നു വന്നത്. എയർ ഇന്ത്യയുടെ വൈകിപ്പറക്കലിനും അമിത നിരക്കിനുമെതിരെ വയനാട് MP പ്രിയങ്ക ഗാന്ധി, പാർലമെന്റ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാൻ KC വേണുഗോപാൽ എന്നിവർ മുഖേന പരാതി നൽകുമെന്നും അദ്ദേഹം റിയാദ് OICC വാർഷിക സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കവേ പ്രഖ്യാപിച്ചു. ഇസ്മായിൽ പയ്യോളി, 24, റിയാദ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥിയെ സമയമാകുമ്പോൾ തീരുമാനിക്കുമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖ് MLA. 2026 തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ തിരിച്ചെത്തുമെന്നും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ച് ആശങ്ക വേണ്ടെന്നും അദ്ദേഹം റിയാദിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അല്ല, ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി PV Anwar ആയിരിക്കും, ആര്യാണ് ഷൗക്കത്തായിരിക്കും. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF ശക്തമായി അധികാരത്തിൽ വരും. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഞങ്ങൾക്ക് ആർക്കും ഒരാശങ്കയും ആ കാര്യത്തിലില്ല. കോൺഗ്രസ് പാർട്ടിയിൽ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിച്ചു, KPC പ്രസിഡന്റ് തീരുമാനിച്ചു, കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചു, പാർലമെന്ററി പാർട്ടിയും കോൺഗ്രസ് ഹൈക്കമാൻഡും ആ സമയത്ത് തീരുമാനിച്ചു. ഒരു ടെൻഷനും വേണ്ട. PV അൻവറിൻ്റെ മുന്നണി പ്രവേശന വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് ഇതിനകം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർക്കുകയാണ് പിണറായി വിജയൻ. ഇത്തരം പ്രചാരണങ്ങൾക്കായി CPM 2 മാധ്യമ പ്രവർത്തകരെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. രാഷ്ട്രീയമായ വേരോട്ടം ഇല്ലാത്തതിൻ്റെ പേരിലാണ് കേന്ദ്ര സർക്കാർ കേരളത്തോട് അവഗണന കാട്ടുന്നത്. വയനാട് ദുരിതാശ്വാസ സഹായത്തിൻ്റെ പേരിലായാലും എയിംസിൻ്റെ കാര്യത്തിലായാലും ഒരിക്കലും ഒരു ജനതയോട് പോലും കാണിക്കാൻ പാടില്ലാത്ത സമീപനമാണ് കേന്ദ്ര സർക്കാരിൻ്റേത്. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗവും വിദേശ രാജ്യങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ കുടിയേറ്റവും കേരളത്തിൽ അതീവ ഗുരുതരമായ സാമൂഹിക പ്രശ്നമായി മാറിയിരിക്കുന്നു. ഇവ പരിഹരിക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് പകരം ബ്ലൂവറിയുടെ പിന്നാലെ പോകുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. OICC ഭാരവാഹികളായ അബ്ദുള്ള വല്ലാഞ്ചിറ, സലീം കളക്കര, നവാസ് വെള്ളിമാടുകുന്ന്, ഫൈസൽ ബഹസൻ, സക്കീർ ദാനത്ത്, സുരേഷ് ശങ്കർ, റഷീദ് കോളത്തറ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇസ്മായിൽ പയ്യോളി, 24, റിയാദ്. മലപ്പുറം കണ്ണമംഗലം മാസ് റിലീഫ് സെൽ നിർമ്മിച്ച 3ാമത് വീടിന്റെ താക്കോൽദാനം K മുരളീധരൻ നിർവഹിച്ചു. പാവപ്പെട്ടവർക്കുള്ള ഓട്ടോറിക്ഷകളും ചടങ്ങിൽ വിതരണം ചെയ്തു. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് റിലീഫ് സെല്ലിന്റെ സ്നേഹസാന്ത്വനം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച 3ാമത് മാസ് ഭവൻ പാവപ്പെട്ട മുൻ പ്രവാസിക്കാണ് നൽകിയത്. കണ്ണമംഗലം ചേറൂർ മാഞ്ഞങ്ങരയിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം കോൺഗ്രസ് നേതാവ് K മുരളീധരൻ നിർവഹിച്ചു. സ്വന്തമായി ഓട്ടോ വാങ്ങാൻ കഴിവില്ലാത്ത 5 ഓട്ടോ തൊഴിലാളികൾക്ക് ഓട്ടോറിക്ഷകളും 10 കുടുംബങ്ങൾക്ക് ആടുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. കൂടാതെ 100-ലേറെ പേർക്ക് വസ്ത്രങ്ങളും വിതരണം ചെയ്തു. മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് മാസ് റിലീഫ് സെൽ ചെയ്യുന്നതെന്ന് മുരളീധരൻ പറഞ്ഞു. തീർച്ചയായിട്ടും മാസ് എന്ന് പറയുമ്പോൾ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ നാമധേയത്തിലാണ്. അദ്ദേഹത്തിനെ പോലത്തെ ഒരു മഹാന്റെ ആ പേര് നിലനിർത്തുന്ന രീതിയിൽ തന്നെ ഈ റിലീഫ് സെല്ല് പ്രവർത്തിക്കുന്നു എന്നത് കൂടുതൽ അഭിമാനമുണ്ട്. അതുപോലെ എത്രയോ ആളുകളെ ഇനി സഹായിക്കണം. നമുക്ക് ജീവിതത്തിലുള്ളത് സാധാരണക്കാരെ, പാവപ്പെട്ടവരെ സഹായിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പുണ്യം എന്ന് പറയുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ജീവിതമൊക്കെ ഇന്നലെയൊക്കെ നാളെ എല്ലാവരും അവസാനിക്കില്ല.
റിലീഫ് സെൽ ചെയർമാൻ VP കുഞ്ഞുമുഹമ്മദ് ഹാജിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ വീടിന് സ്ഥലം നൽകിയ അബ്ദുപ്പ കോട്ടൂക്കാരനെ ആദരിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ജോയ് മുഖ്യാതിഥിയായിരുന്നു. KPCC സെക്രട്ടറി KP അബ്ദുൾ മജീദ്, DCC ജനറൽ സെക്രട്ടറി ഹംസ, റിലീഫ് സെൽ ജനറൽ കൺവീനർ മജീദ് ചേറൂർ, K കുഞ്ഞിമൊയ്തീൻ തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ 5 വർഷമായി ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് റിലീഫ് സെൽ. ആലുങ്കൽ മുഹമ്മദ് മുഖ്യരക്ഷാധികാരിയായ റിലീഫ് സെൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 3 കോടിയിലേറെ രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. 24 മലപ്പുറം. ഇനി കേന്ദ്ര ബജറ്റ് വാർത്തകൾ. ആദായ നികുതി പരിധി ഉയർത്തി കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ പ്രഖ്യാപനം. വാർഷിക വരുമാനം 12 ലക്ഷം രൂപ വരെയുള്ളവർക്ക് ആദായ നികുതി ഒഴിവാക്കി. 2 പുതിയ സ്ലാബുകൾ കൂടി ഉൾപ്പെടുത്തിയതിനൊപ്പം അടുത്തയാഴ്ച സമഗ്ര പരിഷ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന ആദായ നികുതി ബിൽ അവതരിപ്പിക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചു. I reaffirm the commitment of the tax department to trust first, scrutinize later. I also propose to introduce the new income tax bill next week. രാജ്യത്ത് നികുതി പരിഷ്കാരങ്ങൾക്ക് ഒച്ചിഴയുന്ന വേഗമാണെന്ന വിമർശനം മറികടക്കാൻ ഇത്തവണ തീരുമാനിച്ചുറച്ചു തന്നെയായിരുന്നു ധനമന്ത്രി എത്തിയത്. പരിഷ്കരിച്ച നികുതി ബിൽ അടുത്തയാഴ്ച അവതരിപ്പിക്കും. നികുതിദായകരുടെ സൗകര്യം മാത്രം ലക്ഷ്യമിട്ട് ലളിതമായൊരു നികുതി നിയമമായിരിക്കും അതെന്നും ധനമന്ത്രി പറഞ്ഞു. വ്യക്തിഗത ആദായ നികുതി ഘടനയിലേക്ക് വന്നാൽ മധ്യവർഗത്തെ ഹാപ്പിയാക്കാനായി 12 ലക്ഷം രൂപ വരെയുള്ള വരുമാനക്കാരെ ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കി. പുതിയ നികുതി ഘടനയിലേക്ക് മാറുന്നവർക്ക് മാത്രമാണ് ഇത് ബാധകമാവുക. ശമ്പള വരുമാനക്കാരാണെങ്കിൽ 75,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും ചേർത്ത് 12.75 ലക്ഷം രൂപ വരെ നികുതി ഒഴിവ് ലഭിക്കും. പുതിയ നികുതി ഘടനയിൽ ഒരു സ്ലാബ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പുതുക്കിയ സ്ലാബുകളും നിരക്കുകളും ഇങ്ങനെ: പ്രതിമാസം 1 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് നികുതിയെപ്പറ്റി വ്യാകുലപ്പെടേണ്ട. എന്നാൽ പഴയ നികുതി സംവിധാനത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നവർക്കും മൂലധന വരുമാനത്തിനും ഇത് ബാധകമല്ല. മുതിർന്ന പൗരന്മാരുടെ TDS പരിധി 50,000-ൽ നിന്ന് 1 ലക്ഷമാക്കി ഉയർത്തി. വാടക ഇനത്തിലുള്ള നികുതി ഇളവിന്റെ വാർഷിക പരിധി 2.40 ലക്ഷത്തിൽ നിന്ന് 6 ലക്ഷം രൂപയാക്കി. കൂടുതൽ പേരെ നികുതി സംവിധാനത്തിലേക്ക് കൊണ്ടുവരുന്നതിനായി റിട്ടേണുകൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയപരിധി 2-ൽ നിന്ന് 4 വർഷമാക്കിയിട്ടുണ്ട്. ആദായ നികുതി ഇനത്തിൽ എത്ര തുക ലാഭിക്കാമെന്ന് ഉദാഹരണ സഹിതം ധനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. ചെറിയ ചാരിറ്റബിൾ ട്രസ്റ്റുകളുടെ രജിസ്ട്രേഷൻ കാലാവധി 5 വർഷത്തിൽ നിന്ന് 10 വർഷമാക്കിയിട്ടുണ്ട്. 12,100,000 രൂപ വരുമാനമുള്ളയാൾ ആ അധിക 100 രൂപയ്ക്കായി വൻ തുക നികുതി അടയ്ക്കേണ്ടി വരുമോ എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഉപഭോഗം വർദ്ധിപ്പിച്ച് വളർച്ച കൂട്ടാനുള്ള ഞെട്ടിക്കുന്ന ഇളവുകളിലൂടെ പ്രത്യക്ഷ നികുതി ഇനത്തിൽ 1 ലക്ഷം കോടിയും പരോക്ഷ നികുതി ഇനത്തിൽ 2,600 കോടിയും സർക്കാരിന് നഷ്ടമാകുമെന്നും മന്ത്രി പറഞ്ഞു. ബിസിനസ് ഡെസ്ക് 24. ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്കുള്ള ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വില കുറയും. ഇലക്ട്രിക് വാഹനങ്ങൾക്കും മൊബൈൽ ഫോണുകൾക്കും തുകൽ ഉൽപ്പന്നങ്ങൾക്കും ബജറ്റ് പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വില കുറയും. ഇറക്കുമതി ചെയ്ത സ്വർണ്ണാഭരണങ്ങളും വില കുറയുന്നവയുടെ പട്ടികയിലുണ്ട്. മധ്യവർഗത്തെ ലക്ഷ്യം വെച്ചുള്ള ബജറ്റാണെന്ന് അവകാശപ്പെടുമ്പോഴും കാര്യമായ വില നിയന്ത്രണങ്ങൾ നിർമ്മല സീതാരാമന്റെ 8ാമത്തെ ബജറ്റിലില്ല. 36 ജീവൻ രക്ഷാ മരുന്നുകളെ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കി. 3 ക്യാൻസർ മരുന്നുകളും കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കിയവയുടെ പട്ടികയിൽപ്പെടുന്നു. 6 മരുന്നുകൾക്ക് കസ്റ്റംസ് ഡ്യൂട്ടിയിൽ ഇളവ് പ്രഖ്യാപിച്ചു. ലിഥിയം ബാറ്ററി, ഇലക്ട്രിക് വാഹനങ്ങൾ, മൊബൈൽ ഫോൺ, മത്സ്യ ഉൽപ്പന്നങ്ങൾ, തുകലുൽപ്പന്നങ്ങൾ, ചിലയിനം വസ്ത്രങ്ങൾ, കൊബാൾട്ട് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിലയാണ് കുറയുന്നത്. തുകലുൽപ്പന്നങ്ങളുടെ വില കുറയുന്നതോടെ ഷൂ, ബെൽറ്റ് എന്നിവയുടെയും വില കുറയും. LCD, LED TV എന്നിവയുടെ വിലയും കുറയുമെന്നാണ് വിലയിരുത്തൽ. കപ്പൽ നിർമ്മാണത്തിലുള്ള അസംസ്കൃത വസ്തുക്കളുടെയും വില കുറയും. ഇന്ററാക്റ്റീവ് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേകൾക്ക് 20% കസ്റ്റംസ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചു. റിസർച്ച് ഡെസ്ക് 24. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് നിരാശ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസത്തിന് പ്രത്യേക സഹായം ബജറ്റിൽ പ്രഖ്യാപിച്ചില്ല. വിഴിഞ്ഞം വികസനം, എയിംസ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളിൽ പരാമർശം പോലും ഇല്ലാത്തതും കേരളത്തിന് നിരാശയാണ്. സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും ബജറ്റിന് വിമർശിച്ച് രംഗത്തെത്തി. സാമ്പത്തിക പിരിമുറുക്കം മറികടക്കാൻ 24,000 കോടിയുടെ പാക്കേജ്. ഇതായിരുന്നു കേരളത്തിന്റെ പ്രധാന ആവശ്യം. അതിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിലും മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസ പാക്കേജിലേക്ക് കേരളം സഹായം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അതുമില്ല. വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് പാക്കേജ്, എയിംസ് തുടങ്ങിയ ആവശ്യങ്ങളും പരിഗണിച്ചില്ല. വിദ്യാഭ്യാസ മേഖലയിലടക്കം ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നേട്ടമാകില്ലെന്നും വിലയിരുത്തൽ.
വിദ്യാലയങ്ങളിൽ ഇന്റർനെറ്റ് ഉറപ്പാക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങൾ കേരളം നേരത്തെ നടപ്പാക്കിയതാണ്. കേരളത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ ആകെ മനസാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവമാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. അതിനകത്ത് ഒരു പാക്കേജ് ഏറ്റവും ന്യായമായ കാര്യമാണ്, അതിനകത്തൊന്നും പറഞ്ഞില്ല. ഇതിങ്ങനെ പൊതുവിൽ കേരളത്തിനോട് ഈ ബഡ്ജറ്റിൽ കാണിച്ചിരിക്കുന്ന സമീപനം അങ്ങേറ്റ നിരാശാജനകമാണെന്ന് കേരളം നേടിയ പുരോഗതി മുൻനിർത്തി ശിക്ഷിച്ചെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിപക്ഷവും കേന്ദ്ര സർക്കാരിനെതിരെ വലിയ വിമർശനമുയർത്തി. നിരാശാജനകമായ രീതിയിലാണ് ബജറ്റ് കേരളത്തെ സമീപിച്ചിരിക്കുന്നത്. വയനാട് പാക്കേജ് പോലും നമുക്ക് തന്നില്ല. സംസ്ഥാനം എന്നുള്ളൊരു പരാമർശം പോലും ഇല്ലാത്ത രീതിയിലുള്ള പൂർണ്ണമായ അവഗണനയാണ് കേരളത്തോട് ചെയ്തിട്ടുള്ളത്. IIT-കളുടെ വികസനത്തിനായി പ്രഖ്യാപിച്ച പദ്ധതിയിലൂടെ പാലക്കാട് IIT-ക്കും നേട്ടമുണ്ടാകും എന്നുള്ളതാണ് ഏക ആശ്വാസം. സഖ്യകക്ഷികളെ തൃപ്തിപ്പെടുത്തി കേന്ദ്ര സർക്കാരിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുടനീളമെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഇതുമാത്രമല്ല, കേരളവും കേന്ദ്രവും തമ്മിലുള്ള മറ്റൊരു തുറന്ന പോരിനുകൂടിയാണ് ബജറ്റിലൂടെ കളമൊരുങ്ങുന്നത്. R. അച്യുതൻ, 24 ഡൽഹി. വിവാദ പരാമർശവുമായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്കാണ് ആദ്യം സഹായം നൽകുന്നത്. കേരളം പിന്നാക്കമാണോ എന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കണമെന്നും ജോർജ് കുര്യൻ. ഞാൻ പറഞ്ഞില്ലേ, പിന്നോക്കം നിൽക്കുന്ന സ്റ്റേറ്റുകൾക്കാണ് കൊടുക്കുന്നത്. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ, അപ്പോൾ കിട്ടും. ഞങ്ങൾക്ക് റോഡില്ല, ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യമില്ല എന്ന് കേരളം പ്രഖ്യാപിച്ചാൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കമാണ്, സാമൂഹ്യപരമായിട്ട് പിന്നോക്കമാണ്, ഇൻഫ്രാസ്ട്രക്ചർ രീതിയിൽ ഞങ്ങൾ പിന്നോക്കമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മീഷൻ പരിശോധിക്കും. കമ്മീഷൻ പരിശോധിച്ചിട്ട് ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുക്കും. അങ്ങനെയാണ് തീരുമാനിക്കല്ല, ഗവൺമെന്റ് അല്ലല്ലോ. നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കണമെന്ന് പറയാറില്ലേ? അതിന് മുതലാളിമാർ ചോദിക്കും, ഞങ്ങൾ മുതലാളിമാരായതുകൊണ്ടാണ് ഞങ്ങൾക്ക് കുഴപ്പം എന്ന് ചോദിച്ചാൽ പാവപ്പെട്ടവരെന്ത് ചെയ്യും? അവർക്ക് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഞങ്ങൾക്കും വേണം എന്ന് പാവപ്പെട്ടവർ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കേന്ദ്ര ബജറ്റിൽ പ്രവാസികൾക്കിടയിൽ സമ്മിശ്ര പ്രതികരണം. വിദേശത്തേക്ക് പണം അയക്കുമ്പോഴുള്ള നികുതി പരിധി വർദ്ധിപ്പിച്ചത് ആശ്വാസമാണെന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. എന്നാൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് വലിയ സംഭാവന നൽകുന്ന സാധാരണക്കാരായ പ്രവാസികളെ പരിഗണിച്ചില്ല എന്ന് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ കുറ്റപ്പെടുത്തി. കാലങ്ങളായി പ്രവാസികൾ ആവശ്യപ്പെടുന്ന വിഷയങ്ങളിൽ പരിഗണന ലഭിക്കാത്ത ബജറ്റാണിതെന്നും സാധാരണ പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങളൊന്നും പുതിയ ബജറ്റിൽ പ്രതിപാദിച്ചിട്ടില്ല എന്നുമാണ് ഒരു വിഭാഗം പ്രവാസികൾ ആരോപിക്കുന്നത്. പ്രവാസികൾ എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ സമ്പന്നർ എന്നായി മാറിയിരിക്കുകയാണെന്ന് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് UAE കമ്മിറ്റി ജനറൽ സെക്രട്ടറി പുന്നക്കൻ മുഹമ്മദ് അലി പറഞ്ഞു. പ്രവാസി വിരുദ്ധ ബജറ്റിനെതിരെ ശക്തമായ പ്രതിഷേധമുയരണമെന്ന് പ്രവാസ ക്ഷേമ ബോർഡ് ഡയറക്ടർ NK കുഞ്ഞഹമ്മദ് പ്രതികരിച്ചു. എന്നാൽ റിസർവ് ബാങ്കിന്റെ ലിബറൈസ്ഡ് റെമിറ്റൻസ് സ്കീമിലൂടെ വിദേശത്തേക്ക് പണമയക്കുമ്പോഴുള്ള നികുതി പരിധി വർദ്ധിപ്പിച്ചത് ആശ്വാസമായെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. വിദേശ വിദ്യാഭ്യാസത്തിനായി എടുക്കുന്ന വായ്പയുടെ പലിശയും ഒഴിവാക്കിയ നടപടി സ്വാഗതാർഹമാണെന്നും സാമ്പത്തിക വിദഗ്ധർ വ്യക്തമാക്കി. ഈ ബജറ്റിലും പ്രവാസികൾക്ക് പ്രത്യേക പരിഗണന ലഭിച്ചില്ല. ആകെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം അനുസരിച്ചിട്ട് വിദേശത്തേക്ക് പണം അയക്കുന്ന സമയത്ത് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു 7 ലക്ഷം വരെ നികുതി കൊടുക്കാതെ TDS കൊടുക്കാതെ കൊടുക്കണമായിരുന്നു. 7 ലക്ഷത്തിന് മേളിലാണെന്നുണ്ടെങ്കിൽ അതിന് 10% നികുതി കൊടുക്കണമായിരുന്നു TDS. ആ പരിധി ഇപ്പോൾ 7 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആകെ ഒരു വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കുന്നതായ നികുതിക്ക്, അതായത് നേരത്തെ ഉണ്ടായിരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 5%, അതായത് വിദേശത്ത് പഠിക്കുന്നതിന് പോകുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ വിദേശത്തുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്ന സമയത്ത് അതിൻ്റെ നികുതി ഇപ്പോൾ അത് 5% ചുരുക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ വായ്പ എടുത്തതിന് ശേഷമാണ് വിദേശത്തേക്ക് പണം അയക്കുന്നുണ്ടെങ്കിൽ അതായത് പ്രത്യേകിച്ച് ബാങ്കുകളിൽ കൂടെ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിൽ കൂടെ എടുക്കുന്നതായ വായ്പയുടെ മേൽ 0.5%, 0.5% TDS കൊടുക്കണമായിരുന്നു. അത് പൂർണ്ണമായിട്ടും ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് വിദേശത്ത് കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പണം അയക്കുമ്പോൾ, അതായത് വായ്പ എടുത്തിട്ട് അയക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ TDS ഇല്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകതയുള്ളത്. 2024 കണക്കനുസരിച്ച് $129 ബില്യൺ ഇന്ത്യയിലേക്കുള്ള പ്രവാസികളുടെ നിക്ഷേപം. 24 ദുബായ്. ഗൾഫ് ഫോക്കസിലേക്ക് തിരികെ. ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ കുട്ടിയുടെ മാതാവിന്റെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം. ശ്രീധുവിന് പണം നൽകിയ 3 പേരെ പോലീസ് വിളിച്ചു വരുത്തി മൊഴിയെടുത്തു. ദേവസ്വം ബോർഡിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് ശ്രീധു പണം തട്ടിയതായി പോലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട്. കുട്ടിയുടെ കൊലപാതകത്തിൽ സാമ്പത്തിക ഇടപാടുകൾക്ക് പങ്കുണ്ടോ എന്നാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ആലപ്പുഴ മാന്നാർ ചെന്നിത്തലയിൽ വൃദ്ധരായ മാതാപിതാക്കളെ മകൻ തീ കൊളുത്തിക്കൊന്നു. 92 വയസ്സുള്ള രാഘവനും ഭാര്യ ഭാരതിക്കുമാണ് ദാരുണാന്ത്യം. സ്വത്ത് എഴുതി നൽകാത്തതിന്റെ പകയാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് മകൻ വിജയന്റെ കുറ്റസമ്മതം.
ഇന്ന് പുലർച്ചെ 3:30യോടെയാണ് വീട്ടിൽ നിന്ന് തീ ആളിപ്പടരുന്നത് അയൽവാസികൾ കാണുന്നത്. നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് തീ അണയ്ക്കാൻ ശ്രമിച്ചു. പിന്നാലെ ഫയർഫോഴ്സും എത്തി. അപ്പോഴേക്കും രാഘവനും ഭാരതിയും പൂർണ്ണമായും കത്തിക്കരിഞ്ഞു. വെളുപ്പിനായപ്പോൾ ഭയങ്കര വെട്ടം വന്നു ജനലുകളുടെ ഗ്ലാസ്സിനകത്ത്. ആ വെട്ടം വന്നപ്പോൾ പിന്നെ ഞങ്ങൾ 3 പേരുണ്ട് ഇറങ്ങി നോക്കി വരണം ഭയങ്കര തീയാളി കത്തുക. അത് കെടുത്താൻ ഒരു നിവർത്തിയില്ല. ഞാൻ അലർക്കം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോവുക, അല്ലാതെ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ടിൻഷീറ്റിനാൽ മറച്ച 2 മുറി മാത്രമുള്ള ചെറിയ വീടും കത്തിയമർന്നു. വൃദ്ധരായ മാതാപിതാക്കൾക്കൊപ്പം താമസിച്ചിരുന്ന മകൻ 60 വയസ്സുള്ള വിജയനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ കുറ്റം സമ്മതിക്കുകയായിരുന്നു. സ്വത്തിനു വേണ്ടി മാതാപിതാക്കളെ നിരന്തരം ഉപദ്രവിച്ചിരുന്ന വിജയൻ ഇവരെ കൊല്ലുമെന്ന് പറഞ്ഞിരുന്നതായും ബന്ധുക്കൾ പറയുന്നുണ്ട്. കൊലക്കുറ്റത്തിനാണ് വിജയനെതിരെ പോലീസ് കേസെടുത്തത്. മോട്ടീവായ എലിമിനേഷൻ തന്നെ. കാരണം ഇയാളുടെ ചെയ്യുന്ന പല കാര്യങ്ങളും അച്ഛനും അമ്മയ്ക്കും യോജിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ടായിരുന്നു. എപ്പോഴും കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ ഈവൻ ആ സമയത്ത് എനിക്ക് തോന്നുന്നു പോലീസ് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഒരു സൂയിസൈഡ് ഉണ്ടാവുമായിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറി. സംസ്കാരം നാളെ നടക്കും. 24 ആലപ്പുഴ. എറണാകുളം തൃപ്പൂണിത്തുറയിൽ സീനിയർ വിദ്യാർത്ഥികളുടെ റാഗിങ്ങിനെ തുടർന്ന് 15-കാരൻ മിഹിർ അഹമ്മദ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം തുടങ്ങി. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ പ്രാഥമിക പരിശോധന നടത്തി. കേസിൽ വിശദമൊഴി നൽകാൻ വിദ്യാർത്ഥിയുടെ മാതാവ് നാളെ അന്വേഷണ സംഘത്തിന് മുന്നിലെത്തും. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് വകുപ്പ് തല അന്വേഷണം. സ്കൂളിലെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കും. 2 ദിവസത്തിനകം റിപ്പോർട്ട് മന്ത്രിക്ക് സമർപ്പിക്കും. മിഹിർ അഹമ്മദിന്റെ മാതാവ് നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റാഗ്രാം ചാറ്റുകൾ വീണ്ടെടുക്കാനുള്ള ശ്രമം തുടങ്ങി. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട SFI ഗ്ലോബൽ സ്കൂളിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. സ്കൂൾ ക്യാമ്പസുകൾക്കകത്ത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു വിഷയമാണ് നിലവിൽ ഈ ഗ്ലോബൽ പബ്ലിക് സ്കൂളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ആരോപണം. ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട്. ഇതിനകത്ത് കുറ്റക്കാരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇനി ഇത്തരത്തിലുള്ള ഒരു സംഭവവും കേരളത്തിൽ നിന്നല്ല ഒരിടത്തും ആവർത്തിക്കാൻ വേണ്ടി പാടില്ല. മിഹിറിന്റെ മാതാവ് നാളെ അന്വേഷണ സംഘത്തിന് മുന്നിൽ നേരിട്ട് ഹാജരാകും. കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ കൈമാറുമെന്ന് കുടുംബം വ്യക്തമാക്കി. 24 കൊച്ചി. മുനമ്പം ഭൂമി തർക്കത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം തൽക്കാലം നിർത്തിവെച്ചു. കമ്മീഷന്റെ പ്രവർത്തനം ചോദ്യം ചെയ്തുള്ള ഹൈക്കോടതിയിലെ ഹർജി തീർപ്പാക്കിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. നിയമപ്രകാരമാണ് കമ്മീഷന്റെ പ്രവർത്തനമെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ വിശദീകരിച്ചു. ജസ്റ്റിസ് CN രാമചന്ദ്രൻ അധ്യക്ഷനായ മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനെ ചോദ്യം ചെയ്ത വഖഫ് സംരക്ഷണ സമിതിയാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. കേസ് പരിഗണിച്ച കോടതി എന്തടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതെന്ന് ചോദിച്ചു. എന്നാൽ മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് ജുഡീഷ്യൽ അധികാരമില്ലെന്ന് സംസ്ഥാന സർക്കാർ കോടതിയിൽ സത്യവാങ്മൂലം നൽകി. വസ്തുത സർക്കാരിന് മുന്നിലേക്ക് എത്തിക്കാനാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചതെന്നും മുനമ്പത്ത് ഭൂമി കൈവശം വെച്ചവരുടെ താൽപര്യ സംരക്ഷണമാണ് കമ്മീഷന്റെ പരിശോധനാ വിഷയമെന്നും സംസ്ഥാന സർക്കാർ. ഇതിന് പിന്നാലെയാണ് കമ്മീഷന്റെ പ്രവർത്തനം നിർത്തിവെക്കുന്നത്. കമ്മീഷന്റെ പ്രവർത്തനത്തെ ചോദ്യം ചെയ്തുള്ള ഹൈക്കോടതിയിലെ കേസ് തീർപ്പാക്കിയ ശേഷമായിരിക്കും തുടർ നടപടികൾ. കമ്മീഷന്റെ പ്രവർത്തനം നിയമപ്രകാരമാണെന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. കമ്മീഷൻ എൻക്വയറി ആക്ട് അനുസരിച്ചാണ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ കമ്മീഷന്റെ പ്രവർത്തനം തീർച്ചയായിട്ടും നിയമപരമായിട്ട് തന്നെയാണ്. സംസ്ഥാന സർക്കാർ അടിയന്തരമായി തീരുമാനമെടുക്കണമെന്ന മുനമ്പം ഭൂസംരക്ഷണ സമിതി. ഉടനടി തന്നെ ഗവൺമെന്റ് ഈ പ്രശ്നം ഇതെല്ലാം പരിശോധിച്ച് ഗവൺമെന്റ് ഞങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിച്ചു തരണം. കാരണം ഞങ്ങൾ കോടതിയുടെ ഉത്തരവാദിത്തത്തോടുകൂടി ജഡ്ജി പുറപ്പെടുവിച്ച രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഭൂമി വാങ്ങിച്ചത്. അപ്പൊ ഗവൺമെന്റാണ് പ്രശ്നം പരിഹരിക്കേണ്ടത്. ഫെബ്രുവരി അവസാനത്തോടെയാണ് റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഹൈക്കോടതി തീരുമാനത്തിന് ശേഷമായിരിക്കും ഇനി തുടർ നടപടികൾ. 24 കൊച്ചി. എഴുത്തുകാരായ KR മീരയും ബെന്യാമിനും തമ്മിലുള്ള പോര് തുടരുന്നു. കോൺഗ്രസിനെയും ഹിന്ദു മഹാസഭയും താരതമ്യം ചെയ്തതിനെ ചൊല്ലിയാണ് വിവാദം. ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനത്തിൽ ഗോഡ്സെയെ ആദരിച്ചു എന്ന പത്രവാർത്തയെ KR മീര വിമർശിച്ചിരുന്നു. ഗാന്ധിയെ തുടച്ചുമാറ്റാൻ കോൺഗ്രസ് ശ്രമിച്ചിട്ട് നടന്നില്ല. പിന്നെയല്ലേ ഹിന്ദു മഹാസഭ എന്നായിരുന്നു പോസ്റ്റ്. പിന്നാലെ എഴുത്തുകാരൻ ബെന്യാമിനും വിമർശനവുമായെത്തി. KR മീര പറഞ്ഞത് ശുദ്ധ അസംബന്ധം. ഏതിനോട് താരതമ്യം ചെയ്യണമെന്ന് മീരയ്ക്കറിയില്ലെന്ന് ബെന്യാമിൻ ഫേസ്ബുക്കിൽ കുറിച്ചു. മീരയുടെ വിമർശനം ഗുണം ചെയ്യുന്നത് സംഘപരിവാറിനാണ്. അറിഞ്ഞുകൊണ്ട് എഴുതുന്നതാണ് അപകടമെന്നും ബെന്യാമിൻ. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്നോ ഒരു തെറ്റായ ധാരണ മീരയുടെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ട്. അങ്ങനെയല്ല, നമ്മൾ പ്രവർത്തിക്കുന്നത് വിമർശിക്കുന്നത് ഒക്കെ നമ്മളുടെ ചില മൂല്യങ്ങളുടെയും നമ്മളുടെ ചില വിചാരങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ്.
അത്തരം വ്യക്തി ഹത്യകളെയും വിചാരങ്ങളെയും ഒക്കെ ഞാൻ തള്ളിക്കളയുന്നു. ഞാൻ അത്തരത്തിലുള്ള ഒരു സ്ഥാപിത താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളല്ല എന്ന് ഇവിടുത്തെ സമൂഹത്തിനറിയാം. കോൺഗ്രസിനെയും ഹിന്ദു മഹാസഭയെയും താരതമ്യം ചെയ്ത മീരയുടെ ഈ പോസ്റ്റിനെതിരെ കോൺഗ്രസ് നേതാക്കളടക്കം രംഗത്തെത്തി. ഇതേവരെ ഒരു ഗാന്ധിയുടെ ചിത്രം തൂക്കിയിട്ടില്ലാത്ത AKG സെന്ററിലെ കൂലി എഴുത്തുകാരാണ് കോൺഗ്രസിനെ വിമർശിക്കാൻ വരുന്നത് എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ ആരാച്ചാറാകാൻ KR മീര ഇവിടെ ഒരുങ്ങണ്ട. ബെന്യാമിന്റെ വിമർശനത്തിനും KR മീര മറുപടി നൽകി. ബെന്യാമിന് വിവരമില്ലായ്മയാണ്. ഗാന്ധി നിന്നക്കെതിരെ ശബ്ദിക്കാൻ ബെന്യാമിന് ചങ്കുറപ്പില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ അപ്പകഷ്ണം തനിക്ക് ആവശ്യമില്ല. കോൺഗ്രസിനെയും സംഘപരിവാറിനെയും സുഖിപ്പിക്കാനാണ് ബെന്യാമിൻ ശ്രമിക്കുന്നത്. സദാചാരത്തിന്റെ കാവലാളെന്ന് ബെന്യാമിൻ മേനി നടിക്കുകയാണെന്നും മീര ഫേസ്ബുക്കിലൂടെ മറുപടി നൽകി. 24 കോട്ടയം. പാഫി വഫിയ വിമർശനം തുടരുന്ന സമസ്തയിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് പരോക്ഷ മറുപടിയുമായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രശ്നപരിഹാരത്തിന് പ്രത്യേക സമിതി ഉണ്ടെന്നും അവരെ മറികടന്നുള്ള പ്രചാരണത്തിന് ആരും മുതിരണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. വഫിയ കോഴ്സുകൾ നടത്തുന്ന കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കമ്മിറ്റിയും സമസ്തയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത തുടരുകയാണ്. CSE ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസി ആദ്രശ്ശേരിയെ സാദിഖ് അലി തങ്ങൾ പിന്തുണയ്ക്കുന്നുവെന്നാണ് സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ ആരോപണം. ലീഗ് സമസ്ത ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പ്രശ്നപരിഹാരത്തിന് സമസ്ത മുഷാവറ ഉൾപ്പെടുന്ന പ്രത്യേക സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഇതിനുശേഷവും സമസ്തയിലെ ഒരു വിഭാഗം വിമർശനം തുടരുന്നതിനിടെയാണ് CSE അധ്യക്ഷൻ കൂടിയായ സാദിഖ് അലി തങ്ങൾ അതൃപ്തി പരസ്യമാക്കിയത്. നമ്മുടെ പ്രഭാഷണങ്ങളിലും നമ്മുടെ പ്രസംഗങ്ങളിലുമൊക്കെ നല്ല നല്ല കാര്യങ്ങൾ പറയാൻ എത്രയോ വിഷയങ്ങളുണ്ടല്ലോ. നമ്മുടെ വേദികൾ അതിനു വേണ്ടിയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്, അല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയല്ല. അതിന് ഉത്തരവാദപ്പെട്ട ഒരു സമിതി അതിനുണ്ട്. അവരെ മറികടക്കാൻ ആരും തന്നെ മെനക്കെടേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം ലീഗ് സമസ്ത നേതൃത്വം ഇടപെട്ട് നടത്തുമ്പോഴും സമസ്തയിലെ ചിലർ വിമർശനം തുടരുന്നത് അംഗീകരിക്കാനാകില്ലെന്ന സന്ദേശമാണ് സാദിഖ് അലി തങ്ങൾ നൽകുന്നത്. വിഷയദാരിദ്ര്യമുള്ളവരാണ് പലതും പറയുന്നതെന്നും നേതൃത്വത്തോട് അനുസരണ വേണമെന്നും സാദിഖ് അലി തങ്ങൾ തുറന്നടിച്ചു. പല വിഷയങ്ങളിലും സാദിഖ് അലി തങ്ങളെ പരസ്യമായി വിമർശിച്ചതിന് സമസ്തയിലെ ഒരു വിഭാഗം നേതാക്കൾ പാണക്കാടെത്തി നേരിട്ട് മാപ്പ് പറഞ്ഞിരുന്നു. എന്നിട്ടും കലഹത്തിന് പരിഹാരമായില്ലെന്നാണ് പരസ്യ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. 24 മലപ്പുറം. ഫോക്കസ് പൂർത്തിയാവുകയാണ്.